നമ്മളെല്ലാവരും കാത്തിരുന്ന പൃഥ്വിരാജിന്റെ ആടുജീവിതം ഇപ്പോൾ മാർച്ച് 28-ന് റിലീസായിരിക്കുകയാണ്. സിനിമ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതായത് കണ്ടവർക്കെല്ലാം സിനിമ ഇഷ്ടമായി. നമുക്കെല്ലാവർക്കും അറിയാം നജീബ് എന്ന കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് നല്ല രീതിക്ക് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ റിയൽ നജീബിലേക്ക് വന്നാൽ ആലപ്പുഴ സ്വദേശിയായ നജീബ് വലിയ സ്വപ്നങ്ങളുമായാണ് സൗദിയുടെ മണ്ണിൽ കാലുകുത്തിയത്. തന്റെ ഒരു സുഹൃത്തിന്റെ റിലേറ്റീവ് വഴി കിട്ടിയ വിസയിലാണ് അങ്ങോട്ട് പോയത്. കൂടെ തന്റെ ഉറ്റ സുഹൃത്തായ ഹക്കീമും ഉണ്ടായിരുന്നു. റിയാദിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം അവർ തങ്ങളുടെ സ്പോൺസറെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് യാദൃശികമായി ഒരു അറബിയെ കണ്ടുമുട്ടുന്നത്. സ്പോൺസർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അർബാബിന്റെ കൂടെ പോവുകയും ചെയ്തു. അതായത് മുതലാളി. അവരെത്തിപ്പെട്ടതാവട്ടെ മസ്ര എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ആടുവളർത്തൽ കേന്ദ്രത്തിലായിരുന്നു. മസ്രയിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ്. കാളകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചു കൊണ്ടുള്ള ഉറക്കമില്ലാത്ത രാവുകളാണ് നജീബിന് അവിടെ കാത്തിരുന്നത്. മാത്രമല്ല നജീബിനെ കൂടാതെ അവിടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. എന്നാൽ അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. വർഷങ്ങൾ നീണ്ടുനിന്ന അടിമപ്പണി കാരണം അയാൾ ഒരു ഭീകര രൂപിയായി മാറിയിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞതും അയാളെ കാണാതായി. അയാളെ പോലെ എന്നെങ്കിലും ഒരു നാൾ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് നജീബും ഓർമ്മിച്ചു. എന്നാൽ അതിനത്ര ആയുസുണ്ടായിരുന്നില്ല. കാരണം കുറച്ചകലെ നിന്നുമായി അയാളുടെ ബോഡി കണ്ടെത്തുകയാണ്. അപ്പോഴേക്കും അയാളുടെ ശരീരമെല്ലാം ആകെ അഴുകിപ്പോയിരുന്നു. അതോടെ നജീബ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം. തുടർന്ന് മസ്രയിൽ ജോലി ചെയ്യാൻ വേണ്ടി നജീബ് തീരുമാനിക്കുകയാണ്. ഭക്ഷണത്തിന്റെ അവസ്ഥയെല്ലാം വളരെ മോശമാണ്. പച്ചപ്പാലും കുബൂസും പിന്നെ ചുരുങ്ങിയ അളവിലുള്ള വെള്ളവുമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. നാട്ടിൽ പുഴവെള്ളത്തിൽ നിന്നും കയറാതെ അധ്വാനിച്ചിരുന്ന നജീബിന് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ പിന്നെ കുളിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും സാഹചര്യമോ അവിടെ ഉണ്ടായിരുന്നില്ല. മുഴുവൻ മണലാരണ്യം മാത്രം. അറ്റമില്ലാതെ നീണ്ടുകിടക്കുന്ന മരുഭൂമിയിൽ കുറച്ചകലെയായി മറ്റൊരു മസ്രയിൽ തന്റെ സുഹൃത്ത് ഹക്കീമിനും ഇതേ സാഹചര്യമായിരുന്നു. ഇടയ്ക്കിടെ നജീബും ഹക്കീമും കണ്ടുമുട്ടുമായിരുന്നു. ഇതാണെങ്കിലോ അർബാബിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരും കൂടെ മസ്ര വിട്ടുപോയാലോ. അതിനാൽ അവർ കണ്ടുമുട്ടുന്ന വേളയിൽ മർദ്ദനം സ്ഥിരമായിരുന്നു. ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തന്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത്. ഇതിനിടയിൽ ഹക്കീം ജോലി ചെയ്തിരുന്ന മസ്രയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സോമാലിയക്കാരൻ കൂടെ ജോലിക്കായി വന്നു. ആ സമയത്താണ് മസ്രയിലെ മുതലാളിമാരിൽ ഒരാളുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവർ പോകുന്നത്. ഈ അവസരം മുതലെടുത്ത് അവർ 3 പേരും കൂടെ അവിടെ നിന്നും പുറത്തു കടക്കുകയാണ്. പിന്നീട് അവർക്ക് ഒരുപാട് ദിവസം മരുഭൂമിയിൽ പലായനം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കടുത്ത ദാഹവും വിശപ്പുമാണ് അവരെ വേട്ടയാടിയത്. ഇത് സഹിക്കാൻ കഴിയാത്ത നജീബിന്റെ ഉറ്റ സുഹൃത്തായ ഹക്കീം പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പലായനം തുടർന്ന നജീബും ഖാദരിയും ഒരു മരുപ്പച്ച കണ്ടെത്തി. അവിടെ ദാഹം തീർത്ത് കുറച്ച് ദിവസം തങ്ങിയതിനു ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെയിരിക്കെയാണ് ഖാദരിയെയും കാണാതാകുന്നത്. അപ്പോഴേക്കും നജീബ് ഒരു ഹൈവേയിലെത്തിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ആകെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു അറബി കാറും കൊണ്ട് ആ വഴി വരുന്നത്. അയാൾ നജീബിനെ സഹായിച്ചു. അടുത്ത പട്ടണമായ റിയാദിലെ ബദ്ഹയിൽ എത്തിച്ചു. തുടർന്ന് നാട്ടിലെത്തിയതിനു ശേഷമാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. ബെന്യാമിൻ അതൊരു നോവലായി പ്രസിദ്ധീകരിച്ചു. ഇതിനുവേണ്ടി മണിക്കൂറോളമാണ് അയാൾ നജീബുമായി സ്പെൻഡ് ചെയ്തത്. പിന്നീടാണ് ബ്ലസ്സി എന്ന ഡയറക്ടർ മുന്നോട്ട് വരുന്നതും ആടുജീവിതം എന്ന സിനിമക്കായി പൃഥ്വിരാജിനെ സമീപിക്കുന്നതും. ഒരുപാട് വർഷത്തെ അവരുടെ എഫേർട്ടിന് ശേഷം അതിപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യണേ.